കിണഞ്ഞ ശ്രമം ഇന്ന് മുസ്ലിമീങ്ങൾ എന്നവകാശപ്പെടുന്നവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും, എല്ലാത്തിലും ഒരു തെറ്റിദ്ധാരണ പരത്തും. ഏറ്റവും ചുരുങ്ങിയത് നീട്ടി വലിച്ചിങ്ങനെ പ്രസംഗിക്കുന്ന ഒരു ശൈലിയെ വളരെ കൂടുതൽ എതിർത്തിരുന്ന ഒരു വിഭാഗം ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി നീട്ടി വലിച്ചിങ്ങനെ പ്രസംഗിക്കുന്നു. കേരള ഖിദ്മത്തുൽ മുജാഹിദിന്റെ പ്രഭാഷകന്മാർ അലാസ്റ്റിക് വാങ്ങ് എന്നായിരുന്നു അതിനെ കളിയാക്കിയിരുന്നത്. ഈ അലാസ്റ്റിക് വയലുകൾ ഉപയോഗിക്കും, സ്വരം കേട്ടാൽ ഒരു സുന്നി പ്രസംഗിക്കുന്നത് പോലെ തോന്നുക. എന്നാൽ പട്ടിൽ പൊതിഞ്ഞ പാഷാണം സമൂഹത്തിന് നൽകുക. ഇതാണ് ജനങ്ങളെ ദുഷിപ്പിക്കുന്ന വസ്വാസിന്റെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര വളരെ വിലപ്പെട്ട ഒരു സമയത്തും സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ അതെല്ലാം മറന്ന് ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി എനിക്ക് നിൽക്കുന്നത്. KT ഉസ്താദിനെ പോലത്തെ ഒരാളുടെ മരണം മനസ്സിനേൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമല്ല. ഒരു നിർബന്ധ സാഹചര്യത്തിൽ പോലെ ആണ് എന്നെ പോലെയുള്ള ഒരാൾ ഇവിടെ എണീറ്റിരിക്കുന്നത്. അല്ലാഹു തആല ബഹുമാനപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായം ഗൗരവമായി ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് ഓഹരി ചെയ്യുകയായിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ മനാഖിബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് ഓഹരി ചെയ്യുകയാ. ദുൽ ഖുബൈസ്റ എന്നൊരാൾ ബനൂ തമീം ഗോത്രക്കാരൻ ഹബീബിന്റെ അരികിൽ വന്ന് പറഞ്ഞു, യഅദിൽ യാ മുഹമ്മദു, നീതി ചെയ്യും മുഹമ്മദേ എന്ന് പറഞ്ഞു മുസ്തഫ നബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ഇവിടെ സയ്യിദ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഹബീബിന്റെ മുഖം തുടുത്തുപോയി, ചുവന്നുപോയി. ഹബീബ് പറഞ്ഞു, ഞാൻ നീതി ചെയ്യുകയില്ലെങ്കിൽ പിന്നെ ആരെയാണ് നീ നീതിക്ക് കണ്ടിട്ടുള്ളത്? ഞാൻ നീതിമാൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് നീതിമാൻ എന്ന് ഹബീബായ നബി അപ്പോഴത്തിന് മുന്നിലേക്ക് വന്നു സയ്യിദുനാ ഉമർ. അൽ ഫാരിഖു ബൈനൽ ഹഖ് വൽ ബാതിൽ, ഹഖിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ അല്ലാഹു നൽകിയ വ്യത്യാസം എന്ന് ലോകം കണ്ട ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ, ഫറൂഖായ സയ്യിദുനാ ഉമർ, ഇദല്ലി യാ റസൂലല്ലാഹ് അദ്രിബു ഉനുഖഹു, നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എനിക്കൊരു സമ്മതം തന്നാൽ മതി, ദുൽ ഖുവൈസ്റത്തിന്റെ പെരടി ഞാൻ വെട്ടും എന്ന് പറഞ്ഞു. ഈ ബനൂ തമീം ഗോത്രക്കാരന്റെ പെരടി ഇപ്പോൾ ഞാൻ വെട്ടും. നിങ്ങളുടെ നീതിയിൽ ശങ്കിച്ചവൻ ഇനിയും ജീവിച്ചിരിക്കണ്ട, ഇവന്റെ പെരടി ഞാൻ വെട്ടും എന്ന് സയ്യിദുനാ ഉമർ. ഈ ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. فقال النبي صلى الله عليه وسلم دعوه فإن له أصحابا يحقر أحدكم صلاته مع صلاتهم وصيامه مع صيامهم يمرقون من الدين كما يمرق السهم من الرمية. ഹബീബായ നബി പറഞ്ഞു, തുറക്കപ്പറ ഹബീബായ നബി പറഞ്ഞു, മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, ഇന്ന ലഹു അസ്ഹാബൻ, ഇവന്റെ പിറകിൽ ചില ആളുകൾ വരാൻ പോകുന്നുണ്ട്, ഇവന്റെ ചില ആളുകൾ ഇനി പിന്നീട് വരും. യഖിറു അഹദുകും സ്വലാതഹു മഅ സ്വലാതിഹിം സിയാമഹു മഅ സിയാമിഹിം, അവരുടെ നിസ്കാരം കണ്ടാൽ മറ്റുള്ളവരുടെ നമസ്കാരം നിസ്സാരമാണെന്ന് തോന്നും,
അവരെ നോമ്പ് കണ്ടാൽ വേറുള്ളവരുടെ നോമ്പ് ചെറുതാണ്, നിസ്സാരമാണെന്ന് തോന്നും. പക്ഷേ യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ. അമ്പ വില്ലിൽ നിന്ന് തെറിച്ചു പോകും പോലെ അവർ ഇസ്ലാമിനത്തിൽ നിന്ന് തെറിച്ചു പോകുമെന്ന് ഹബീബായ നബി. ഹബീബായ റസൂലുള്ളാഹി ഈ പറഞ്ഞത് ദുൽഖുവൈസിറത്തിനെ കുറിച്ചാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദേഷ്യപ്പെടുത്തിയത് ദുൽഖുവൈസിറത്ത ബനൂ തമീം ഗോത്രക്കാരാണ്. ദുൽഖുവൈസിറ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ 16ാമത്തെ വല്യുപ്പയാണ്. ചിന്തിക്കണം. ഇതാണ് വഹാബിസം വലിച്ചെറിയുക എന്ന് പറയാൻ അടിസ്ഥാനപരമായ കാരണം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വാപ്പ അബ്ദുൽ വഹാബിന്റെ വാപ്പ സുലൈമാന്റെ വാപ്പ അലിയുടെ വാപ്പ മുഹമ്മദിന്റെ വാപ്പ അഹമ്മദിന്റെ വാപ്പ റാഷിദിന്റെ വാപ്പ ബരീദിന്റെ വാപ്പ മുഷറഫിന്റെ വാപ്പ ഉമറിന്റെ വാപ്പ മിഅ്ലാദിന്റെ വാപ്പ ഈസിന്റെ വാപ്പ സാഹിറിന്റെ വാപ്പ മുഹമ്മദിന്റെ വാപ്പ അലിയുടെ വാപ്പ വഹീബിന്റെ വാപ്പ ദുൽഖുവൈസിറത്ത് തമീമിയ. ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹ് നീതി ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖുവൈസിറത്തിന്റെ 16ാമത്തെ പൗത്രനാവുന്നു. ഹബീബിന്റെ നീതിയിൽ സംശയിച്ചിട്ടുള്ള ദുൽഖുവൈസിറത്തിന്റെ 16ാമത്തെ പൗത്രനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അയാളാണ് വഹാബിസത്തിന്റെ സ്ഥാപിക്കാൻ. അയാളാണ് വഹാബിസം സ്ഥാപിച്ചിട്ടുള്ളത് ഹിജ്റ 1111. ചിന്തിക്കണം, വളരെ ആലോചിക്കണം. ഇതാണ് വഹാബിസം. പിന്നെ ഇങ്ങനെ മാറിയും സലഫിസം എന്ന് പറയും. സത്യത്തിൽ വഹാബിസം സലഫിസം അങ്ങനെ KNM എന്ന് പറയും, മടവൂർ ഗ്രൂപ്പ് എന്ന് പറയും, മറ്റേ ഗ്രൂപ്പ് എന്ന് പറയും. ഇങ്ങനെയൊക്കെ വ്യത്യാസം. സാധനം സാധനം ഇതാണ്. ദുൽഖുവൈസിറത്തിന്റെ 16ാമത്തെ പൗത്രനാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. യകൂനു ഫി ആഖിർ സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. ദജ്ജാലികൾ കദ്ദാബീങ്ങൾ അന്ത്യനാളിൽ വരും എന്ന് ഹബീബായ നബി. എന്താണ് അവർ ചെയ്യുക? യതൂനകും ബിൽ മിനൽ അഹാദീസ്. പുതിയ വൃത്താന്തങ്ങൾ അവർ കൊണ്ടുവരും. ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാർ എന്നു തന്നെയാണ് മുസ്തഫ നബി പറഞ്ഞത്. ഇവിടെ പിതൃത്വത്തിനും പാരമ്പര്യത്തിനും വിലയില്ല എന്ന് പറയണ്ട. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളോ നിങ്ങളെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത വാദഗതിയും കൊണ്ടുവരും. ഈ ഹദീസ് ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم. നിങ്ങളോ നിങ്ങളുടെ പൂർവ്വസൂരികളോ കണ്ടു പഠിച്ചിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത വാചകരികളും കൊണ്ട് വഹാബികളെ പോലെയുള്ള ദജ്ജാലികൾ വരുമേ, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ. ഖാല റസൂലുള്ളാഹി. ചിന്തിക്കണം. നിങ്ങളോ നിങ്ങളുടെ ബാപ്പമാരോ അൻതും വല ആബാഉക്കും. അബാ എന്ന മുസ്തഫ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും നമ്മളെ പൂർവ്വപിതാക്കളും അങ്ങനെയാണ് പറഞ്ഞത്. പൂർവ്വപിതാക്കൾക്ക് പരിചയമില്ലാത്തത് നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും കേട്ടിട്ടില്ലാത്ത വാദഗതികൾ. എന്താ വാദഗതികൾ? ആബാഇന്റെ വാക്കിന് ഇവിടെ നടപ്പിൽ വരുത്തിയവരാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു, വ്യക്തമാക്കിയിരിക്കുന്നു. ചിന്തിക്കണം. അൻതും വല ആബാഉക്കും. ഇല്ല, ബാപ്പമാർക്കൊന്നും ഒരു വിലയുമില്ല, പാരമ്പര്യത്തിനൊന്നും ഒരു വിലയുമില്ല. നഹ്നു റിജാൽ വഹും റിജാൽ. ഇത് തന്നെയാണ് ദജ്ജാൽ. അല്ലാഹു നമ്മളെ രക്ഷിക്കട്ടെ. അതന്നെയാണ് ദജ്ജാൽ. അന്താക്കയിൽ നിന്നാണ് വലിയ ദജ്ജാൽ വരിക. വലിയ ദജ്ജാൽ വരുന്നതിന് മുമ്പ് കുട്ടി ദജ്ജാലുകൾ വരും. എന്തുകൊണ്ട്? എന്താ അന്താക്കയിൽ നിന്ന് ദജ്ജാൽ വന്നത്? അന്താക്കയിൽ മഹാന്മാരായ രണ്ടാളുകൾ വന്നു. സയ്യിദ്നാ മൂസ, സയ്യിദ്നാ ഖളർ.
അന്താക്കിയക്കാർ അവരെ ബഹുമാനിച്ചതേയില്ല. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആലിമീങ്ങൾ നബിമാരും ആലിമീങ്ങളുമായിരുന്നു ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ്നാ മൂസ, സയ്യിദ്നാ ഖളർ. ഖളർ വലിയ സൂഫിയുമാണ്. സൂഫി എന്ന സാധനം ഇല്ല എന്ന് പറയുന്നവരാണ് ഇന്നത്തെ വഹാബി. അത് തന്നെ فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ലദുനിയായ ഇൽമുള്ള മഹാൻ സയ്യിദ്നാ ഖളർ. ആ മഹത്വത്തെ അന്താക്കിയക്കാർ ബഹുമാനിച്ചില്ല. ലദുനിയായ ഇൽമി എന്നൊരു ഇൽമില്ല എന്ന് ഇപ്പോൾ വഹാബികൾ വാദിച്ചുകൊണ്ടിരിക്കും. ഫലം രണ്ടും ഒന്ന്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഔലിയാക്കളോ ഔലിയാക്കൾക്ക് ലദുനിയായ ഒരു ഇൽമോ ഇല്ല. വഹാബികൾ ഇന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ലദുനിയായ വിജ്ഞാനമുള്ള ഒരാൾ സയ്യിദ്നാ ഖളർ. വഖബറ അബുൽ അബ്ബാസ് ഖളർ അലൈഹിസ്സലാത്തു വസ്സലാം. ചിന്തിക്കണം. അവരാട്ടിയോടിച്ചു. അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാനായ നബിയാണെന്ന് ഉറപ്പുള്ള ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ, നബിയല്ലെന്നും അതല്ല ഒരു സൂഫി മാത്രമാണെന്നും പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഖളർ വലിയ മഹാനാണ്, സൂഫിയാണ്. നബിയാണോ അല്ലേന്ന് തർക്കമുണ്ട്. എന്നാൽ സൂഫിയാണ്. നബിയാണെങ്കിൽ തന്നെ അസ്റാറിന്റെ നബിയാവുന്നു, തസവുഫിന്റെ നബിയാവുന്നു, അജായിബിന്റെ നബിയാണ്, രഹസ്യങ്ങളുടെ നബിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മിൽ പിരിയുകയാണ് എന്ന് പറയുമ്പോൾ ഈ മഹാനായ സൂഫിയായ അസ്റാറിന്റെ ശൈഖായ മഹാനായ മുറബ്ബിയായ ബഹുമാനപ്പെട്ടവർ മൂസ നബിയോട് പറയുന്നത് ലൗ സബർത മഅീഹി ലഫതഹ്ത ഇൻദക അൽഫ അൽഫി സിർരിൻ കുല്ലു സിർരിൻ അജബു മിന സിർരിൽ ആഖരി. നിങ്ങൾ കുറച്ചു നേരം എന്റെ അടുത്ത് ക്ഷമിച്ചു കൂടിയിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് രഹസ്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു തരുമായിരുന്നു എന്ന് പറഞ്ഞു സയ്യിദ്നാ ഖളർ. സൂഫിയ, വലിയ സൂഫിയ. ആ സൂഫികളെ തന്നെ നിഷേധിക്കുകയാണ് ഇന്ന് വഹാബി. ചുരുക്കത്തിൽ ഉലുൽ അസ്മിൽ മൂന്നാമത്തെ പ്രധാനിയായ മൂസ നബിയെയും അസ്റാറിന്റെ ശൈഖായ മഹാനായ ഖളറിനെയും അലൈഹിസ്സലാം അവർ അടിയോടിച്ചു. ഖളർ എന്ന് പറയാൻ തന്നെ കാരണം ഖളർ കറാമത്തുള്ളായതുകൊണ്ട്. ഖളറിന്റെ പേര് ഖളർ എന്നല്ല. ഖളർ എന്ന വാക്കിനെ പോലും വഹാബികൾക്ക് അംഗീകരിക്കാൻ കഴിയൂല. ഖളർ എന്ന വാക്കിനെ പോലും വഹാബിക്ക് അംഗീകരിക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? ഖളറിന്റെ പേര് ഖളർ എന്നല്ല. ഖളറിന്റെ പേര് ബലിയ പിന്നെ ഖളർ എന്നായത് ഇദാ നസല ഫീ ബുഖാത്തിൻ യഖ്ളുറു മാ ഹൗലഹു. അദ്ദേഹം ഒരു നാട്ടിൽ വന്നാൽ അദ്ദേഹം ഇറങ്ങിയ പരിസരം മുഴുവൻ ഉണങ്ങിയതും പച്ചയാകും. പച്ചപ്പ് എല്ലായിടത്തും പച്ച, എല്ലായിടത്തും സമൃദ്ധി ഉണ്ടാകും, എല്ലായിടത്തും ഉണങ്ങിയത് വരെ പച്ചയായി പോയി. അതുകൊണ്ടാണ് ബല്യക്ക് പിന്നീട് ഖളർ അബുൽ അബ്ബാസ് ഖളർ അബുൽ അബ്ബാസ് ഖളർ എന്ന് പേര് കിട്ടുന്നത്. വളരെ ചിന്തിക്കണം. ഈ രണ്ട് മഹാന്മാരെയും ആട്ടിയോടിച്ചു ആരന്താക്കിയക്കാർ. അവിടെ നിന്നാണ് യഖ്റുജു മിൻഹു ദജ്ജാൽ. അവിടെ നിന്നാണ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി പുറത്തു വരുന്നത്. ആ വലിയ ദജ്ജാൽ വരുന്നതിന് മുമ്പ് ചെറിയ ദജ്ജാലികൾ വരും. അവന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ചെറിയ കൊച്ചു ദജ്ജാലികൾ വരും. കൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കറാബൂന യൽതൂനകും. ആരാണ് ഈ ദജ്ജാലികൾ? ആരാണെന്നൊന്നും എനിക്കും അഭിപ്രായമില്ല. അതൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നുമില്ല. നിങ്ങൾ നാദാപുരത്തുകാരെ നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, ചിന്തിക്കാലോ. ആരെപ്പറ്റിയാ ഇവിടെ ദജ്ജാൽ എന്ന് പറഞ്ഞത്? അല്ല, ആരെപ്പറ്റിയാണ് ഇവിടെ ദജ്ജാൽ എന്ന് പറഞ്ഞത്? ആരെപ്പറ്റിയാ? യൗതൂനകും മിനൽ ഹാരീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളോ നിങ്ങളെ ബാപ്പമാരോ കേട്ട് കേൾവിയില്ലാത്ത വൃത്താന്തവും കൊണ്ടുവരുന്ന ആളുകൾ, അവരാണ് ദജ്ജാലികൾ എന്ന് ഹബീബായ നബി ഉറക്കപ്പറ മുഹമ്മദ് നബി സ്വലാത്തുല്ലാ സലാമുല്ലാ
അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹ്. അതുകൊണ്ട് മുഅ്മിനേ ഈമാൻ നല്ല പോലെ സൂക്ഷിച്ചോ. ഈമാൻ കട്ടുകൊണ്ടുപോകുന്ന കാലഘട്ടമാകുന്നു. حتى يمر الرجل بقبر الرجل فيقول يا ليتني مكان هذا. ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുന്നവന് കൊതി വരും. പടച്ചോനെ, എനിക്ക് മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖബറിന്റെ ഉള്ളിൽ വരുന്ന ഖബറിന്റെ പുറത്ത് നിൽക്കുന്ന ആൾക്ക് കൊതി വരുന്ന കാലഘട്ടമാണ് അന്ത്യനാൾ എന്ന ഹബീബായ നബി. എന്താ ഇവിടെ വഹാബികൾ നിഷേധിച്ചതെന്താ? ഞാനതൊക്കെ ഇത്രയും മുസ്തഫ നബി പറഞ്ഞത്, നിങ്ങൾ ആബാ പരിചയമില്ലാത്ത കാര്യങ്ങളെയും കൊണ്ടുവരിക, നിങ്ങൾ ആബാ സ്ഥാപിച്ച പലതിനെയും നിരാകരിക്കുക, നിങ്ങൾ ആബാവിന് കേൾവിയില്ലാത്തത് കൊണ്ടുവരിക. ഹബീബിന്റെ വിയർപ്പ് കൊണ്ട് ബറക്കത്തെടുക്കുക, ഹബീബിന്റെ മുടി കൊണ്ട് ബറക്കത്തെടുക്കുക. കാലത്ത് ഖലൻ സുവത്തുൻ ഇൻദ ഖാലിദ് ഇബ്നുൽ വലീദ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നു. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ആ തൊപ്പി എടുത്തു വെക്കും, ആ തൊപ്പി തലയിൽ വെക്കും, അല്ലാതെ യുദ്ധത്തിന് ഇറങ്ങൂല. ആര്? സൈഫുൽ ഇലാഹ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. എന്താണ് അതൊക്കെ? ഒരു മുതലല്ലേ, അതൊക്കെ ഒരു ആണല്ലേ, അതൊക്കെ റജുലല്ലേ, അതൊക്കെ വലിയ റജുലല്ലേ. നമ്മളെ മഹാന്മാരായ ഉമറാക്കൾ ഒക്കെ നമ്മളെ വേദിയിലുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മളെ സദാത്യങ്ങൾ, മഹാന്മാരും ഉമറാക്കളും ഉലമാക്കളും സദാത്യങ്ങളിലൊക്കെ മുതിർന്ന ആളുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം വേദികളൊക്കെ നമുക്ക് വലിയ അലങ്കാരമാണ്. അല്ലാഹു അതൊക്കെ നിലനിർത്തട്ടെ. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ഇവിടെ സമൂല്യരോടുകൂടെയും ശംസുൽ ഉലമയോടുകൂടെയും കീഴനവരോടുകൂടിയൊക്കെ ജീവിച്ചു പോയ മഹാന്മാരാണ് ഇവരൊക്കെ. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു തആല ഇവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് യുദ്ധത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യും? തൊപ്പിയെടുത്ത് വെക്കും, ഒരു തൊപ്പിയെടുത്ത് തന്നെ വെക്കും. فلم يشهد بها قتالا الا رزق النصرا. ആ തൊപ്പി തലയിൽ വെച്ചിട്ട് ഒരു യുദ്ധക്കളത്തിൽ നിന്നും തോറ്റു പോന്നിട്ടില്ല. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി തലയിൽ വെക്കും. فلم يشهد بها قتالا الا رزق النصرا എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ശിഫായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചിന്തിക്കണം. ഈ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചിട്ട് ആ യുദ്ധത്തിന് പോവുക. ഒരിക്കൽ യർമൂക്ക് യുദ്ധത്തിൽ തൊപ്പി വീണുപോയി, തൊപ്പി കാണാനില്ലാതെയായി. പലരും തൊപ്പിക്ക് വേണ്ടി പലയിടത്തും പാഞ്ഞു, കിട്ടിയില്ല. പിന്നെ ആരോ വന്ന് പറഞ്ഞു, തൊപ്പി നമുക്ക് വേറെ പുതിയതൊക്കെ പലരുടെ കയ്യിലുണ്ടാവും, അത് വാങ്ങാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, യാത്രാ സംഘം മടങ്ങേണ്ട സമയമായി സൈന്യം. പക്ഷെ നേതാവിന്റെ തൊപ്പി കാണാത്തതിന്റെ പേരിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുക. തൊപ്പി കിട്ടിയില്ല. പലരും നോക്കി, കിട്ടിയില്ല. മടങ്ങി വന്നിട്ട് പലരും പറഞ്ഞു, വേണ്ട, പുതിയ തൊപ്പി വേറെ പലരുടെ കയ്യിലുണ്ടാവും, അത് എടുക്കാം. ഇനി ആ തൊപ്പി കിട്ടിയിട്ടും കാര്യമില്ല. എന്തുകൊണ്ട്? അത് കുതിരക്കുളമ്പടിയേറ്റ് മണ്ണിൽ പൂണ്ടുപോയിട്ടുണ്ടാവും, പറ്റ നാശമായിട്ടുണ്ടാവും. ആ തൊപ്പി വേണ്ട, വേറെ തൊപ്പി ആരെങ്കിലും കയ്യിൽ നിന്ന് എടുക്കാം, തൽക്കാലം സുന്നത്തിന് എന്ന് പറഞ്ഞു. അപ്പോൾ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു എന്റെ തൊപ്പി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ജീവിക്കും, എന്റെ തൊപ്പി കിട്ടാതെ ഈ മണ്ണിന് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു ഖാലിദ് ഇബ്നുൽ വലീദ്. ആളുകൾക്ക് ബേജാറായിപ്പോയി. എന്റെ ഒരു തൊപ്പിക്ക് വേണ്ടി സൈന്യാധിപൻ യാത്ര തുടങ്ങുകയില്ലെന്ന് പറയുന്നു. പലരും ഒന്നുകൂടി തെരഞ്ഞു. ഒന്ന് വന്ന് കർശനമായി തെരഞ്ഞപ്പോൾ മണ്ണിൽ പുരണ്ടു പോയ ഒരു തൊപ്പി കിട്ടി. ആ തൊപ്പി കുതിരക്കുളമ്പടിയേറ്റ് പിന്നിപ്പോയ ഒരു തൊപ്പി കിട്ടി. ആ തൊപ്പി നേതാവ് സൈന്യാധിപനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ കിട്ടിയപ്പോൾ ഫഖറഹാ വഖബ്ബലഹാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ തആഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ആ തൊപ്പിയെ പിടിച്ച് ചുംബിച്ചു ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ്.
അത്ഭുതം. ആളുകൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ കയ്യിലുള്ള ഈ തൊപ്പിയെ കീറി അങ്ങോട്ട് പൊളിച്ചു. എന്നിട്ട് ഉള്ളു കാണിച്ചു കൊടുത്തു. وكان شعرات من شعر النبي في قلنسوة خالد بن الوليد فلم يشهد بها قتالا إلا رزق النصرا. എന്താ നിങ്ങളുടെ വിശ്വാസം ഈ വിഷയത്തിൽ? അല്ല നിങ്ങളുടെ വിശ്വാസം എന്ന് പറയും. അല്ല നിങ്ങളുടെ വിശ്വാസം എന്ന് പറയും. ഈ തൊപ്പിയിൽ എന്തേ ചെയ്തിരുന്നത്? ഹബീബായ റസൂലുള്ളാഹിന്റെ മുടി തുന്നി പിടിച്ചിരുന്നു. എന്തിന്? ഈ മുടി തുന്നിപ്പിടിപ്പിച്ച തൊപ്പിയും കൊണ്ട് യുദ്ധത്തിന് പോയാൽ പരാജയമുണ്ടാവുകയില്ലെന്ന വിശ്വാസം ആർക്കുണ്ടായിരുന്നു? നിങ്ങൾ KNM, ISM, വഹാബികളെ നിങ്ങൾ പറയും. എന്നാ പിന്നെ ഞങ്ങൾ ഇതിന് മെനക്കെടുന്നില്ല. നിങ്ങൾക്ക് ഈ വിശ്വാസം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് മെനക്കെടേണ്ട ആവശ്യമില്ല. ഈ വിഷയത്തിൽ നിങ്ങൾ വിശ്വാസം അല്ല നിങ്ങൾ പറയും. നിങ്ങൾ വിശ്വാസം ഉമ്മിനെ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. യകൂന ഫി ആഖിർ സമാനി ദജ്ജാലൂന കറാബൂൻ. പറയാൻ പലർക്കും പറയാം, പക്ഷെ ഒക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവിടുന്ന് നമുക്ക് പോവണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതിന്റെ അപ്പുറത്തേക്ക് പോകണം. ഇതിന്റെ അപ്പുറം ഒരു ജീവിതമുണ്ട്. പഠിച്ചവനെ അല്ലാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു ഇതാണ് മുഅ്മിനീങ്ങളെ. ഇവിടെ മുഅ്മിനീങ്ങളായ സഹാബികളെ വിശ്വാസം അതാ, മുത്തഖീങ്ങളെ വിശ്വാസം അതാ. ഇതാ ഹസുറത്തിൽ വിലാദത്തു അലൽ മർഅ ഫി അയ്യാമി സ്വഹാബ. സഹാബികളെ കാലത്ത് ഒരു പെണ്ണിന് പ്രസവവേദന ബുദ്ധിമുട്ടായി. പ്രസവവേദനയായിട്ട് പ്രസവിക്കുന്നില്ല. ഇതാ ഹസുറത്തിൽ വിലാദത്തു. പെണ്ണിന് പ്രസവിക്കാൻ ബുദ്ധിമുട്ടായി, പ്രസവിച്ചു പോരുന്നില്ല. വളരെ വിഷമമായി, ബുദ്ധിമുട്ടായി. ആരുടെ കാലത്ത്? ഫി അയ്യാമി സ്വഹാബ. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. സ്വഹാബികളുടെ കാലത്ത് പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ ബുദ്ധിമുട്ടായ ഒരു സ്വഹനം കൊണ്ട്, ഒരു പാത്രവും കൊണ്ട്, ഒരു പ്ലേറ്റ്, സഹനി എന്നാൽ ഒരു പ്ലേറ്റ്, ഒരു വെളുത്ത പ്ലേറ്റും കൊണ്ട് ഓടും. എങ്ങോട്ടോടും? മഹാനായ സാഹിബുൽ കറാമത്തായ അലി ബിൻ അബീ ത്വാലിബിന്റെ വീട്ടിലേക്ക് ഓടും. ആര് പറഞ്ഞു? ഏത് കിതാബിലും ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു തൈമിയ പോലും തന്റെ ഫതാവയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു തൈമിയയുടെ ഫതാവയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിഞ്ഞാണം കൊണ്ട് പാഞ്ഞു ചെല്ലും. വാങ്ങിയിട്ട് ആ പിഞ്ഞാണത്തിൽ ഖുർആനായത്ത് എഴുതി മഷി കൊണ്ട് എഴുതി കൊടുക്കും. ആര്? മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലിയുൽ കറമല്ലാഹു വജ്ഹഹു. അല്ലാഹു അവിടുത്തെ ബറക്കത്തോടെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ അവിടുത്തെ ബറക്കത്തോടെ രക്ഷപ്പെടുത്ത തമ്പുരാനെ ആ ഷജാഅത്ത് ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഒരു പറഞ്ഞല്ലോ, അനബിനു അനല്ലറി സമ്മതിലി ഉമ്മി ഹൈദറ കലൈഹി ആബാത്തിൻ കരീഹിൽ മൻളറ. ഞാൻ ആരാ? അലിയ. എന്റെ ഉമ്മ എനിക്ക് ഹൈദർ എന്നാ പേര് വെച്ചത്. കേവലം ഹൈദറല്ല, ഞാൻ കാട്ടിലെ സിംഹമാണ് എന്ന് സയ്യിദുനാ അലി. ആ ഷജാഅത്തിൽ ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. ആ ഷജാഅത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് നൽകണം റബ്ബേ. അവരെ ബർക്കത്തോടെ ഞങ്ങളെ രക്ഷപ്പെടുത്തണം തമ്പുരാനെ. അവരിലേക്ക് ഞങ്ങൾ കാണിക്കുന്ന ഈ മഹബത്ത് ഒരു ഖുർബത്തായി നീ സ്വീകരിക്കണം പടച്ചോനെ. എന്നിട്ട് അവർക്ക് നൽകിയ ആ ബർക്കത്ത് ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. പെണ്ണിന് പ്രസവ വേദന ബുദ്ധിമുട്ടായാൽ ഈ വിഷയത്തിൽ വഹാബികളെ നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങൾ പറയും, എന്താ നിങ്ങളെ അഭിപ്രായം ഈ വിഷയത്തിൽ? പെണ്ണിന് പ്രസവ വേദനയിളകി പെണ്ണിന് പ്രസവിക്കൽ ബുദ്ധിമുട്ടായാൽ സ്വഹാബികൾ പിഞ്ഞാണം കൊണ്ടുപോകും ആരടുത്തേക്ക്? മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിഞ്ഞാണത്തിൽ ആയത്ത് എഴുതി കൊടുക്കും. ആ പിഞ്ഞാണത്തിൽ കൊണ്ടുവന്ന ആയത്ത് എഴുതിയ മഷി വെള്ളം ഉപയോഗിച്ച് മാഉ സംസം കൊണ്ടോ മറ്റോ അവർ കഴുകും. ആ പെണ്ണിന് കുടിക്കാൻ കൊടുക്കും. ഉടനെ ഫതലഉ ആ പെണ്ണ് പ്രസവിക്കുകയും ചെയ്യും. ഇത് പതിവായിരുന്നു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്
അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹ്. എത്രയാ സംഭവം? മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. സ്വഹാബത്തിന് പരിചയമില്ലാത്ത വിശ്വാസങ്ങളെയും ഇവിടെ കൊണ്ടുവരും. അതൊന്ന് ആബാവ് പകർത്തിയിരുന്നു. എത്രയാണ് ഇതിന്റെ പേരിലൊക്കെ ഇറങ്ങിയ കാസറ്റ്. ആ പെണ്ണോ ഏതായാലും പ്രസവ വേദന കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന നേരത്തെ ആ പെണ്ണിന്റെ വയറ് കൂടി നിങ്ങൾ കലക്കണോ മുസ്ലിംമാര്? ഇതാണ് ഒരു പ്രശ്നം. എങ്കിൽ പൊന്നുമോനെ ആദ്യം വയറ് കലക്കിയത് സയ്യിദുനാ അലിയല്ലേ? ആരാ സയ്യിദുനാ അലി? ആരാണ് സയ്യിദുനാ അലി? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബുൽ അബാദ് സയ്യിദുനാ അലി കരിമ്പടത്തിന്റെ ഉള്ളിലാക്കി. ഇതാണ് എന്റെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞ സയ്യിദുനാ അലി. ഹബീബായ റസൂലുള്ളാഹിന്റെ കരിമ്പടത്തിന്റെ ഉള്ളിലായ സയ്യിദുനാ അലി. വളരെ ചിന്തിക്കണം. പിഞ്ഞാനമേരിന്റെ പ്രസവ വേദന ഇളകിയ പെണ്ണുങ്ങൾക്ക് പിഞ്ഞാനമേരി കൊടുത്തിരുന്ന പ്രവർത്തനം ഇവിടെ നാദാപുരത്തുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഇവിടെ മഹാന്മാർ ചെയ്തിരുന്നല്ലോ. മഹാന്മാർ അതിന് ഫത്വ കൊടുത്തിരുന്നല്ലോ. കീഴോറെ പോലെയുള്ള ആളുകൾ, സദഖത്തുള്ള മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ, എല്ലാ മഹാന്മാരായ മഹത്തുക്കളായ ഇവിടുത്തെ ആലിമീങ്ങളും നുസ്റത്തുൽ അനാമിന്റെ പഴയകാല കോപ്പികളിൽ ധാരാളം ഇത് സംബന്ധമായ ഫത്വ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ടവരുടെ ഫത്വ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. മഹാനായ കെ സദഖത്തുള്ള മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദാ, ബഹുമാനപ്പെട്ട കെ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദാ, ഇവരൊക്കെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസമായിരുന്നുവല്ലോ. ഈ വിശ്വാസമാണോ കേന്ദ്രമിനുള്ളത്? അതുകൊണ്ട് ഇവിടെ ആരും ആറ്റിനെ പട്ടിയാക്കേണ്ടതില്ല. അലാസ്റ്റിക് പോലെ നീട്ടി വലിച്ചിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടിട്ട് അതാണ് സത്യം എന്ന് വിചാരിച്ചു പോണ്ട. ഇത് വസുവാസാകുന്നു. ഇത് മനുഷ്യനെ ഹക്കിൽ നിന്ന് മാറുന്ന ഹക്കിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള വഴി മാത്രമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തൊക്കെ വിഷയങ്ങളാതുപോലെ ഏതൊരു വിഷയം ശരിച്ചു, ഏത് പിന്നാണ് വയറ്റിന്റെ കാര്യം, ഏത് മന്ത്രിച്ചൂത്തിന്റെ കാര്യം. ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ചു, കൂലിയും കിട്ടി, കൂലിയും കിട്ടി. നാളെ മുതൽ ആരെങ്കിലും ഇവിടെ മന്ത്രിച്ചൂട്ടാൻ കൂലിക്ക് വേണ്ടി ഇരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഇനി ഇരുന്നാലും തെറ്റുമില്ല. അല്ല, ഇരുന്നാലും തെറ്റുമില്ല. എന്തുകൊണ്ട്? ഇവരൊന്നും അറ്റസ്റ്റ് ചെയ്ത പേപ്പറിന്റെ ആവശ്യം നമുക്കില്ല. ഹബീബായ നബി അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗോത്രത്തലവനെ പാമ്പ് കടിച്ചു. അതുവഴി ബഹുമാനപ്പെട്ട സ്വഹാബികൾ യാത്ര ചെയ്യുകയായിരുന്നു. വിഷം ചീന്തി, പാമ്പാണെന്നും തേളാണെന്നും വിഷം ചീന്തി ബോധരഹിതനായി കിടന്നു. കാന റഈസൽ ഖബീല എന്ന അവിടെ താഴെ ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹാബികളുടെ അരികിൽ വന്നു ആ ഗ്രാമവാസികൾ. അതുവഴി പോരാ, ഒരു ഗ്രാമത്തിൽ, മരുഭൂമിയിലെ ഒരു ഗ്രാമത്തിലെ ഒരാൾക്ക് വിഷം ചീന്തിയിട്ടുണ്ട്. ആ നാട്ടിലെ ഗ്രാമമുഖ്യന് വിഷം ചീന്തിയ ഒരു സമയത്ത് അതുവഴി യാത്രക്കാരായി വരികയായിരുന്നു അസ്ഹാബ് മുഹമ്മദിൻ. ആ ഗ്രാമവാസികൾ നേരെ ചെന്നു. ഹൽമിൻകും മിൻ റാഖിൻ, ഹൽമിൻകും മിൻ റാഖിൻ, നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒരാൾ ഞങ്ങളെ കൂടെ വരണം. ഞങ്ങൾ നേതാവ് വിഷം ചീന്തി കിടക്കുകയാ, മരണാവസ്ഥയിലാണ്, ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് ഇങ്ങനെ ചോദിക്കുന്നത് തന്നെ. ഹൽമിൻകും മിൻ റാഖിൻ, മന്ത്രിച്ചൂടാൻ പറ്റിയ ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? മന്ത്രിച്ചൂടൽ ശിർക്കല്ലേ, അത് ബിദ്അത്തല്ലേ എന്ന് സഹാബികൾ പറഞ്ഞില്ല. കാരണം സഹാബികൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് കേന്ദ്രമിന്റെ വിശ്വാസമാണ്. സഹാബികൾക്ക് വിശ്വാസമില്ല. ചിന്തിക്കണം. സ്വഹാബികൾ പറഞ്ഞു മന്ത്രി ചൂടാനൊക്കെ എല്ലാവർക്കും കഴിയും, പക്ഷെ ഞങ്ങൾ പലരും കുഴങ്ങിയിട്ടുണ്ട്. അവിടെ കുഴങ്ങാത്ത ഒരാളെ നോക്കിയപ്പോ അബൂ സഈദിനെ കണ്ടു റളിയല്ലാഹു അൻഹു. അബൂ സഈദ് ഭയങ്കര സ്മാർട്ടാണ്, നല്ല സ്മാർട്ടായി സംസാരിക്കുന്ന ആളാ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. നല്ല സ്മാർട്ടായി, എത്ര ആണെങ്കിലും കുഴങ്ങൂല. അദ്ദേഹത്തോട് പറഞ്ഞു, അബൂ സഈദ് നിങ്ങൾ പോയൊന്ന് മന്ത്രിക്ക്, അവരെന്തോ ബോധരഹിതനായി കിടക്കുന്നത് അത്ര അവരെ ഗ്രാമമുഖ്യൻ വിഷം ചീണ്ടിയിട്ട് മന്ത്രിച്ചു വരില്ല. അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഗ്രാമത്തിൽ പോയി ആളെ പരിശോധിച്ചു. മന്ത്രിച്ച കൂടാ ഉത്തര എന്നെ തരണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അവര് സമ്മതിച്ചു. മന്ത്രി ചോദിച്ചു. അടുത്തിരുന്ന് ഫാത്തിഹ, അവിടെ ഇരുന്ന് ഫാത്തിഹ ഓടി തല കൂടി മന്ത്രിച്ചപ്പോൾ ആ പാക്കൊഴിഞ്ഞു. ആ
നാട്ടുകാർക്ക് തുള്ളിച്ചാടി. അവർ ഒരു കൂട്ടം ആടുകളെ കൊടുത്തു ഒരു ഊത്തിന്. അല്ല, നിങ്ങൾ നാളെ മുതൽ ഒരു ഊത്തൂതി കിട്ടണമെങ്കിൽ ഒരു കൂട്ടം ആടിനെ കൊടുക്കണമെന്ന് വിചാരിച്ച് കണ്ടീഷൻ പറയല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ആടിനെയും തെളിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു അബൂ സഈദ് റളിയല്ലാഹു അൻഹു. മടങ്ങി വന്നപ്പോൾ സഹാബികൾ ചോദിച്ചു, ഇതെവിടുന്ന അബൂ സഈദ്? ഇത് ഊടിയിട്ട് കിട്ടിയതാണല്ലോ. സഹാബികൾ ദേഷ്യപ്പെട്ടു. അല്ല അബൂ സഈദ്, മന്ത്രിക്കാരല്ലേ നിങ്ങൾ അയച്ചിട്ടുള്ളൂ? കിതാബില്ലാഹി അജ്റ, അള്ളാന്റെ ഖുർആൻ ഊടിയിട്ട് കൂലി വാങ്ങുക. നിങ്ങൾ വിളയ എപ്പോഴും വിളച്ചില കളിക്കുക, തർക്കായി. അപ്പോൾ ഒരു സംഘം സഹാബികൾ പറഞ്ഞു, അദ്ദേഹത്തിന് കിട്ടിയതിന് കുശുമ്പ് കാണിക്കണ്ട, മിണ്ടാതിരിക്കുക, തർക്കായി. അപ്പോൾ പിന്നെ ആരോ പറഞ്ഞു, മദീനയിലേക്കല്ലേ നമ്മൾ പോകുന്നത്, അവിടെ റസൂലുള്ളാഹി ഇല്ലേ? ഇത് വാങ്ങാൻ പാടില്ലാത്ത ധനമാണെങ്കിൽ നമുക്ക് ഈ ഗ്രാമത്തെ അറിയാമല്ലോ, ഇവിടെ മടക്കി കൊടുത്ത് ഏൽപ്പിക്കണം. അതല്ല, ഇത് വാങ്ങാൻ പറ്റുന്ന ഒരു ധനമാണെങ്കിൽ ഹലാലായി കിട്ടിയ ഒരു മുതൽ എന്തിനാണ് മടക്കുന്നത്? അബൂ സഈദിന് മുതൽ കിട്ടുന്നത് നിങ്ങൾ കുശുമ്പ് കാണിക്കണം എന്തിനാ? എല്ലാവരും വേണ്ടിയില്ല. നേരെ മദീനയിൽ ചെന്നു, പുണ്യനബിയുടെ അരികിൽ ചെന്നു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് ഹബീബിനോട് കാര്യം പറഞ്ഞു. നബിയെ, വിഷം തീണ്ടിയ ഒരാൾക്ക് വേണ്ടി മന്ത്രിക്കാൻ ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾ മന്ത്രിക്കാൻ പോയി. അങ്ങനെ മന്ത്രിച്ചിട്ട് കൂലി വാങ്ങിയ അബൂ സഈദ് വന്നു. ഞങ്ങൾക്ക് തർക്കം ആയി. ഈ വിഷയത്തിൽ തീർപ്പ് പറഞ്ഞു തരണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ആദ്യമായി വന്നത്. യാത്ര കഴിഞ്ഞ ഉടനെ നേരെ ഇവിടെ വന്നത് അതിനു വേണ്ടിയാണ് എന്ന് അസ്ഹാബ് മുഹമ്മദീൻ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഖൈറ മാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. കൂലി വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ഖുർആനാകുന്നു. ഏറ്റവും നല്ല കൂലി ഖുർആന് കിട്ടിയ കൂലിയാണ്. പക്ഷെ ഒരാൾക്ക് കിട്ടിയാൽ അവനെ ഒറ്റക്ക് എടുക്കേണ്ടത് ഫഖസിമഹാ ബൈനക്കും. അത് നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഓഹരി ചെയ്യണം. ഓഹരി ചെയ്താലും പോരാ, ഓഹരി ചെയ്യുമ്പോ ഓരോ ഓഹരി എനിക്കും തരണം. കാരണം ഞാനല്ലേ ഫാത്തിഹ പഠിപ്പിച്ചത്, ഞാൻ ഫാത്തിഹ പഠിപ്പിച്ചോണ്ടല്ലേ ഊതിയത്. അതുകൊണ്ട് ഓരോ ഓഹരി എനിക്കും തരണം. ഏത് കിതാബിന്റെ പുറത്താണാവോ ഇത് എഴുതിയതെന്ന് പേടിക്കണ്ട. സ്വഹീഹുൽ ബുഖാരിയിൽ ബാബുൽ ഇജാറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനൊക്കെ കൂലി വാങ്ങാം എന്ന അധ്യായം ബുഖാരി എടുത്തു നോക്ക്. ബുഖാരി അറിയും എന്ന് തോന്നിയാൽ പോലെ അതിനെടുത്ത് ഒന്ന് മറിച്ചിടക്കിടക്ക് നോക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ബാബുൽ ഇജാറയിലുണ്ട് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനൊക്കെ കൂലി വാങ്ങാം, കൂലി കൊടുക്കാം എന്നുള്ള ചർച്ചയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ നിങ്ങളുടെ വിശ്വാസം? ഇത് സംബന്ധമായി എന്താ നിങ്ങളുടെ വിശ്വാസം? അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു തരട്ടെ. ഒക്കെ നിങ്ങൾ ചിന്തിക്കുക മുസ്ലിമീങ്ങൾ. ഇതൊക്കെ ഇവിടെ നടന്ന കാര്യമല്ലേ? ഇത് മുത്തഖീങ്ങളുടെ വഴിയല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നതിനൊക്കെ നമ്മൾ അങ്ങോട്ട് തെറ്റിപ്പോവുക. ഇവിടെ നിങ്ങൾ കേൾക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവരൊക്കെ ഫത്വകൾ ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ആ മഹത്തുക്കളായ നേതാക്കന്മാരുടെ ഫത്വകൾ ഇന്നുണ്ടല്ലോ. ആ പ്രസ്ഥാനത്തിന്റെ നായകന്മാർ ഇന്നും ബാക്കിയുണ്ടല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, അതല്ല കേഴനോർക്കും പേച്ചും തന്നെയാണോ വാദം? അവർക്കൊക്കെ പേച്ചെന്നാണോ വാദം? പിന്നെ ആർക്കവിടെ പേക്കാത്തത്? കീഴ്നോർക്ക് പയച്ചു, കുത്തുബി തങ്ങൾക്ക് പയച്ചു, കണ്ണിയത്തോർക്ക് പയച്ചു, ശംസുലമൊക്കെ പയച്ചു, ഒക്കെ പയച്ചു. ഇവിടെ പറഞ്ഞല്ലോ, സാഹിതി പറഞ്ഞ എത്ര വലിയൊരു പരമാർത്ഥം. ഇന്തോനേഷ്യക്കാർ മത്സരിച്ച് ഫത്ഹുൽ മുഈൻ വാങ്ങിക്കൊണ്ടുപോകും ഇന്തോനേഷ്യയിലേക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുടെ രാജ്യം. ആ നാട്ടിലേക്ക് ഫിഖ്ഹിന്റെ കിതാബ് വാങ്ങിക്കൊണ്ടുപോകുന്നത് ഫത്ഹുൽ മുഈനാണ്. അതുണ്ടാക്കിയത് ഇവിടെയാണ്, മലബാറിലാണ്. ഫത്ഹുൽ മുഈനി കിതാബുൻ ശഅനുഹു അജബു. കഴിഞ്ഞ ആഴ്ച ചേകനൂരികൾ കോഴിക്കോട് യോഗം കൂടിയിട്ട് ആകെ ഒറ്റ പ്രമേയം പാസ്സാക്കിയത് ഫത്ഹുൽ മുഈൻ നിരോധിക്കണം എന്നാണ് കേരള സർക്കാർ. കേരള സർക്കാരിനെ കൊണ്ട് കുടുങ്ങിയ സമയമാണ്. പിന്നെ അവർക്ക് ഫത്ഹുൽ മുഈൻ നിരോധിക്കുന്ന പണിയാണല്ലോ. അല്ല, കേരള സർക്കാരോട് കുടുങ്ങിയിട്ടില്ല. എന്നിട്ട് ഫത്ഹുൽ മുഈൻ നിരോധിക്കണം. ഏതാൾക്കും മഹാന്മാരെ മേക്കിട്ട് കയറിയാലേ ഇവന്റെ ഒക്കെ വൃത്തികേട് ഇവിടെ ചെലവാവുള്ളൂ. അതൊന്നും നടക്കൂല. വരുന്നുണ്ട. ആ മഹാന്മാരൊക്കെ മരിച്ചു പോയാലും നിങ്ങളതൊന്നും ഇവിടെ നടക്കൂല. ഒരു കേട്ടി മരിച്ചാൽ 1000 കേട്ടികൾ വരും. ഇത് അല്ലാഹുവിന്റെ ദീനാണ്.
അള്ളാഹു മരിച്ചവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഒരു നാട്ടിക മരിച്ചാൽ 1000 നാട്ടികകൾ വരും. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. മരിച്ചവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. തമന്നാഉ നാസുന്നൻ അമുതാവഹിന്ന ഫതിൽക സബീലുൻ ലസ്തു ഫീഹി ബിഔഹദി. ഞാൻ മരിച്ചാൽ ഇവിടെ പലർക്കും സുഖമാകും എന്ന് പലരും വിചാരിക്കുന്നു എന്ന് പറഞ്ഞു ഇമാം ശാഫിഈ. ഒരു ശാഫിഈ മരിച്ചാൽ ലസ്തു ഫീഹി ബിഔഹദി, ഒരു ശാഫിഈ മരിച്ചാൽ 1000 ശാഫിഈമാർ വരും. ഒന്നല്ലോ, ഇതൊക്കെ ശാഫിഈമാരല്ലേ, ഇതൊക്കെ ശാഫിഈമാരല്ലേ, ധീരന്മാരായ ചുണക്കുട്ടികളല്ലേ. നിങ്ങളുടെ വൃത്തികേട് ഇവിടെ ചെലവാക്കാൻ സമ്മതിക്കൂല. അതൊന്നും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ സ്വഹാബത്തായ മുൻഗാമികളിൽ നിന്ന് എത്രയെത്ര വഹാബികളെ അകന്നു പോയിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ മാന വെച്ചിട്ടില്ലേ? നിങ്ങൾ തോന്നിയതുപോലെ നിങ്ങൾ വ്യാഖ്യാനം നൽകിയിട്ടില്ലേ? ഏതൊരു തോന്നിവാസത്തിന്റെയും അടിസ്ഥാനം നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ വ്യാഖ്യാനം നൽകിയതല്ലേ? ഹബീബായ നബി പറഞ്ഞു, നിങ്ങൾ ആടിനെ ഊതിയിട്ട് മന്ത്രിച്ചു കൂടിയിട്ട് കിട്ടിയ ആടിനെ ഓഹരി ചെയ്യുമ്പോ ഓരോഹരി എനിക്കും തരണം. ഫാത്തിഹ പഠിപ്പിച്ചത് ഞാനാണ്, അതുകൊണ്ട് എനിക്കും ഓരോഹരി വേണമെന്ന് മുഹമ്മദ് നബി. ചിന്തിക്ക്, എവിടെയായിരുന്നു സ്വഹാബികൾ ഉണ്ടായിരുന്നത്? ലോകത്തിന്റെ നാനാഭാഗത്തും സ്വഹാബികൾ കുടിയേറി. എല്ലാ നാടിലും സ്വഹാബികൾ ദീൻ പഠിപ്പിച്ചു. മധ്യേഷ്യയിൽ, റഷ്യയിൽ, പ്രഷ്യയിൽ, മധ്യേഷ്യയിൽ, പോളിനേഷ്യയിൽ, ഫ്രഞ്ചിൽ, ചൈനയിൽ, ലോകത്തുള്ള ഏതൊരു നാട്ടിലും അസ്ഹാബ് മുഹമ്മദിൻ. എന്നിട്ട് ഒരു വെള്ളിയാഴ്ചയെങ്കിലും അറബി അല്ലാത്ത ഭാഷയിൽ സ്വഹാബികൾ ഖുതുബ നിർവഹിച്ചിട്ടില്ല. നിങ്ങളുടെ നേതാവ് കെ എം മൗലവി എഴുതിയിട്ടുണ്ട്, KNM-ന്റെ നേതാവ് KM മൗലവി എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ നേതാവ് KM മൗലവി എഴുതി. അറബി നാട്ടിലോ അനറബി നാട്ടിലോ ഒരു നാട്ടിലും അന്നൽ ഖുത്ബത്തൽ മശ്റൂഅ ശറഈയായ വെള്ളിയാഴ്ചയിലെ ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിൽ ഒരിക്കലും സ്വഹാബികൾ നിർവഹിച്ചിട്ടില്ല. അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ കൊണ്ടുവന്നത് അതാതുർക്കാണ്, മുസ്തഫ കമൽ പാഷ എന്ന തമ്മാടിയാണ്. മുസ്തഫ കമാൽ പാഷ എന്ന തമ്മാടിയാണ് അത് കൊണ്ടുവന്നത്. മുസ്തഫ അതാതുർക്കാണ്, തമ്മാടിയാണ്. ആ ഖുത്ബയിൽ പങ്കെടുത്തവരെ, ആ സദസ്സിൽ കൂടിയ ആളുകൾ ചെരിപ്പൂരി എറിഞ്ഞു എന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന നിങ്ങളുടെ നേതാവ് റഷീദുൽ ഇളാ തന്റെ തഫ്സീറുൽ മനാറിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇല്ലെങ്കിൽ തഫ്സീർ മനാർ ഞങ്ങളുടെ കയ്യിലുണ്ട്, എഴുതിയിട്ടില്ലേ? അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുക എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് തമ്മാടിയായ 20-ാം നൂറ്റാണ്ടിൽ തമ്മാടിയായ തുർക്കിയിൽ തമ്മാടിത്ത ഭരണത്തിന് തുടക്കം കുറിച്ച തമ്മാടിയായ മുസ്തഫ കമാലായിരുന്നു. അവന്റെ സുന്നത്തല്ലേ നിങ്ങൾ നാട്ടിലാകെ ചന്തക്കച്ചവടം പോലെ പ്രസംഗിക്കുന്ന ഈ ഖുത്ബ പരിഭാഷ പ്രസംഗം തോന്നിയതുപോലെ പ്രസംഗിക്കും. ആരെ ഇത് തുടങ്ങിയത്? നിങ്ങളല്ലേ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്തത്? ഖുത്ബ എന്നാൽ പ്രസംഗമല്ലേ, പ്രസംഗം എന്നാൽ ആളുകൾക്ക് ഇത് തിരണ്ടേ എന്നാലും കുട്ടി ഇത് സ്വഹാബികളല്ലേ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കേണ്ടത്? അവരെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അല്ലേ? അവർ ചെയ്തിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? അവരുടെ കാലഘട്ടത്തിലല്ലേ വിശ്വാസികളല്ലേ അവരെ മുന്നിലുള്ളത്. കിട്ടിയ സമയം അള്ളാന്റെ ദീന് പറഞ്ഞു കൊടുക്കാൻ അവർക്കല്ലേ അവസരം വേണ്ടത്. പറഞ്ഞതൊക്കെ മലയാളത്തിൽ പറഞ്ഞാൽ അതല്ലേ നല്ലത്. പിന്നെ പറഞ്ഞില്ലല്ലോ. അറബിയല്ലാത്ത ഭാഷയിൽ എവിടെ നിങ്ങൾ സ്വഹാബികളും നിങ്ങളും തമ്മിലുള്ള ബന്ധമേതാ? يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم قال رسول الله. ഇവിടെ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത വിഷയങ്ങൾ കൊണ്ടുവരും, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത രീതി കൊണ്ടുവരും. മരിച്ചാൽ ഖബറിന്റെ അടുത്ത് പോലും ഓടൽ അൻസാരികളായ സ്വഹാബികളുടെ രീതിയാണെന്ന് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം കിതാബുർ റൂഹിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളിപ്പോ എവിടെയുള്ളത്? മരിച്ചാല്
മരിച്ചാലും മയ്യത്തിന്റെ അടുത്ത് മാത്രമല്ല ഓടുക, പിന്നെ ഖബറിന്റെ അടുത്ത് ഓടല് അൻസാരികൾ പതിവാക്കിയിരുന്നു. എന്താ അവിടെ പറയാ? നമ്മളവിടെ കത്തപ്പരാന്നോ ഇവിടെ എന്താ പറയാ? ജാമോത്ത്. അതെ, ഈ ജാമോത്ത് നടത്തിയിരുന്നു ആറ് അൻസാരികള്. അൻസാരികൾ ആരാ? അൻസാരികളെ പ്രശംസിച്ചല്ലേ സൂറത്തുൽ ഹശറിൽ 9-ാമത്തെ ആയത്ത്, ലോക പ്രശസ്തമായ ആയത്ത്. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. ഈമാനിനെയും വീടിനെയും ഒരുക്കി വെച്ച അസ്ഹാബ് മുഹമ്മദിൻ, അൻസാർ മുഹമ്മദിൻ, വല്ലദീന തബവ്വഉ الدار والإيمان, അവർ വീടിനെയും ഈമാനിനെയും റസൂലുള്ളാഹി വരുന്നതിന് മുമ്പ് തന്നെ ഒരുക്കി വെച്ചിരുന്നു. അൻസാർ മുഹമ്മദിൻ അവരാരായിരുന്നു? അവർ ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്ന് കാത്തിരുന്നവരായിരുന്നു. جئت شرفت المدينة مرحبا يا خير الداعي يا نبي سلام عليكم سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. ഇതാണ് അൻസാരികൾ. നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഹാഫിദ് ഇബ്നു ഖയ്യിം ഇത് കിതാബ് റൂഹിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഈ വിഷയത്തിൽ ഇപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണ്? ഇത് നിങ്ങളുടെ നേതാവ്, നിങ്ങൾ രായിക്കുരാമാനം ശൈഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ, അരുമ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം കിതാബ് റൂഹിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? അൻസാരികൾ മരിച്ച മയ്യത്തിന്റെ അടുത്ത് മാത്രമല്ല ഓടിയിരുന്നത്, ജാമോത്ത് ഓതിയിരുന്നു, ഖബറിൽ കൊണ്ട് അടുത്ത് പോയിട്ട് ദിവസങ്ങളോളം ഓതിയിരുന്നു എന്ന് നിങ്ങളുടെ നേതാവ് എഴുതിയിട്ടില്ലേ? എന്താ നിങ്ങളെ അഭിപ്രായം ഈ വിഷയത്തിൽ? ഇപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താ? കാനത്തിൽ അൻസാർ ഇദാ മാത ലഹുൽ മയ്യിതു ഇഖ്തലഫു ഇലാ ഖബരിഹി, ഖബറിന്റെ അടുത്ത് പോയി യഖറഊനൽ ഖുർആന, ഖുർആൻ ഓതുമായിരുന്നു. നിങ്ങൾ ശൈഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇബ്നു തൈമിയ്യ മരിച്ചിട്ട് എത്ര ഖത്തം ഓതി? അല്ല, എത്ര ഖത്തം ഓതി? ختمت له ختمات عند الميت وعند قبره أياما كثيرا ليلا ونهارا. ഈ പാവപ്പെട്ട കൂലിപ്പണി എടുക്കുന്നവന്റെ ബാപ്പ മരിച്ചാൽ ഓതിയ കുറ്റം. നിങ്ങളെ നേതാവ് മരിച്ചിട്ട് ഒരു ഖത്തവും 2 ഖത്തവും 100 ഖത്തവും അല്ല ഓതിയത്. ഈ പാവപ്പെട്ട സാധാരണക്കാരെ കൂലിത്തൊഴിലാളികളെ ബാപ്പമാര് മരിച്ച ഓടാൻ പാടില്ല. ഇവരെ നേതാവ് മരിച്ചിട്ട് എത്ര ഖത്തോടി? എവിടെയുണ്ട്? ഇതേ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽബിദായിലുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ അൽബിദായ കയ്യിലുണ്ട്. ഈ ഒന്ന് ഉടലോട് കൂടെ വന്നിട്ടിയാൽ മതി, അല്ല ഈ ഒന്ന് ഉടലോട് കൂടെ ഹാജരായ മതി, കാണിച്ചു തരാം. നിങ്ങൾ ആരായി ആട്ടിനെ പട്ടിയാക്കുന്നത്? നിങ്ങളെ നിലപാട് എന്തായിരുന്നു? നിങ്ങൾക്ക് തന്നെ ഒരാളെ നിലപാടാണോ മറ്റാളെ നിലപാട്? രാവിലെ ഒരു വില, ഉച്ചക്കൊരു വില, രാത്രിയായാൽ വില മാറി. പഴയ കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പാട്ടാ ഇതുപോലെയാണ്. ശഫാഅത്ത് ഉണ്ട് എന്നൊരു കൂട്ടർ, ഇല്ലാന്ന് വേറൊരു കൂട്ടർ, ഉണ്ടില്ലാന്ന് വേറൊരു കൂട്ടർ. ختمت له خاتمات كثيرة عند الميت وعند قبره أياما كثيرة ليلا ونهارا. ഇപ്പോൾ ഒന്നുമില്ലല്ലോ. UAE ഭരണാധികാരി ഷെയ്ഖ് സായിദ് മരിച്ചിട്ട് ഇന്നും ഓത്ത് മുടങ്ങിയിട്ടില്ല. ഞാനും അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാരും കഴിഞ്ഞ കൊല്ലം ഷെയ്ഖ് സായിദിന്റെ സിയാറത്തിന് പോയി. കഴിഞ്ഞ വർഷം ഞങ്ങൾ രണ്ടാം സിയാറത്തിന് പോയി. ഒരു സംഘം ആളുകൾ അന്ന് ഓതുന്നുണ്ട്. അന്നും ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഓത്ത് നടക്കുന്നുണ്ട്.
ഇപ്പോഴും വയസ്സിലെത്ര കൊല്ലം ഇപ്പോഴും ഖബറിന്റെ ലോട്ടുണ്ട്. ആരുടെ? UAE ഭരണാധികാരി ഷെയ്ഖ് സാദിന്. എന്നാ പിന്നെ ഈ വയറിൽ അവിടെ പറയില്ലേ, അവിടുന്ന് എന്തിനാ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ പറയണത്? എട ഓളുപ്പ് എന്ന 3 അക്ഷരം ബാക്കിയുണ്ടെങ്കിൽ അവിടെ എല്ലാം പറയുന്നത്. നാദാപുരത്തര പഠിപ്പിക്കാൻ വേണ്ടത് അവിടെ പഠിപ്പിക്കും. അവിടെ പഠിപ്പിച്ചാലേ ഇത് ബാക്കി ഉണ്ടാവില്ല. സാധാരണക്കാരിത് സാധാരണക്കാരെ വാപ്പ മരിച്ച മയ്യത്തിലിട്ട് നോക്കിയ പ്രശ്നം ഇപ്പോഴും നടക്കണം, എന്നും നടക്കണം. അവിടെയൊക്കെ ഇവര് ഓതാറുണ്ട്. അത് വലിയ രസാണ്. അവിടെ ഓതിയാലേ വല്ലതും കിട്ടുള്ളൂ. അത് ഷെയ്ഖ് സാഹിബിന്റെ മക്കളാണ് അവിടെ ഉള്ളത്. അവിടെ ഓതാൻ പറ്റില്ല എന്നാണ്. അവിടെ നിന്നും കിട്ടൂല എന്ന് മാത്രമല്ല, അണ്ടർഗ്രൗണ്ടിൽ കയറിയാ പിന്നെ അങ്ങോട്ട് വാക്കിയിട്ടില്ല. എന്നിട്ട് അവിടെ ഓത്തിന് സഹകരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഫ്ലൈറ്റിന് എന്തിനാണ് ആ ഫ്ലൈറ്റിന്റെ പൈസ വെറുതെ ചെലവാക്കുന്നത്? അവിടെ പറഞ്ഞ അവിടെ തന്നെയല്ലേ സുഖം. നിങ്ങൾ തൊട്ടടുത്തല്ലേ അത്. ഇപ്പോഴും ഓതുന്നുണ്ട്. ഒട്ടകത്തെ അറുത്തിട്ട് വിതരണം ചെയ്യും. ആ ഒട്ടകവും ചോറും മന്തിച്ചോറും ഇവിടെ തിന്നു വരുന്നവരാ. അവിടുന്ന് മന്തിച്ചോറ് തിന്നിട്ട് ഷെയ്ഖ് സായിദിന്റെ ഓത്തിന് സഹകരിച്ച വഹാബികൾ ഇവിടെയുണ്ട്. നമ്മളവരെന്നും വ്യക്തിപരമായി പറയുന്നില്ലാത്തതുകൊണ്ട് പേര് പറയില്ല മാത്രം. നിങ്ങൾ ചിന്തിക്കണം. അത് അവിടെ വേറെ നിയമം. തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദ് നടത്തിക്കുന്ന സലഫി കമ്മിറ്റിയാണ്. ഇന്നലെ സലഫി പാളയം ജുമാ മസ്ജിദ് സലഫികളുടെ കമ്മിറ്റിയാണ്. അവിടെ നിന്ന് ഇന്നലെ എനിക്ക് വിളിച്ചിരുന്നു. ഇന്നലെ എന്ന് പറഞ്ഞാൽ സാഹിത്യകാരന്മാർ പറയുന്ന ഇന്നലകളല്ല. ഇന്നലെ കബിലഹാണല്ലോ. ഇന്നലെ കേട്ടോളൂ. നീ നല്ല രസമുണ്ടെങ്കിൽ നിഷേധിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ വരി വരി. അങ്ങനെ ആളുകൾ ഇന്നലെ എനിക്ക് വിളിച്ചിരുന്നു. തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിൽ സലഫികളുടെ കമ്മിറ്റിയാണ്. സലഫികൾക്കാണ് മെജോറിറ്റി. അവരുടെ ആളുകളാണ് ഒത്തുപോടുക. അവരാളുകളാണ് നടത്തിക്കൊണ്ട്. ഇന്നലെ എനിക്ക് വിളിച്ചിരുന്നു. എന്താണെന്നറിയോ? റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ കാലത്താൽ നടത്തുന്ന മൗലിദ് പരിപാടിയും പ്രഭാഷണവും ഈ കൊല്ലവും ഉണ്ട്. ഒരു ദിവസം നിങ്ങളൊന്ന് പ്രഭാഷണം നടത്തി തരുമോ? ഇന്നലെ ആളെ വാസത്തെയാക്കി വിളിച്ചിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തെ ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഞാനുമായി ബന്ധമുള്ള ഒരു അധ്യാപകനുമായി ബന്ധപ്പെട്ട് പാളയം പള്ളി കമ്മിറ്റി ഇന്നലെ വിളിച്ചിരുന്നു. അപ്പൊ അവിടെ അത് സുന്നത്താണ്. നാദാപുരത്തെത്തിയാൽ അത് ശുൽക്കായി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അവിടെ ഈ നബിദിന യോഗത്തിൽ പ്രസംഗിക്കുന്ന സലഫി പണ്ഡിതന്മാർ കഴിഞ്ഞ കൊല്ലം വരെ പ്രസംഗിച്ചിട്ടുണ്ട്. നോട്ടീസ് നമ്മളെ കയ്യിലുണ്ട്, രേഖയുണ്ട്. ഇതൊന്നും എന്തെങ്കിലും വിളിച്ചു പറയാൻ കാസിമിക്ക് പറ്റൂല. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും പറയാൻ പറ്റില്ല. തെളിവുകളോടുകൂടി പറയാം. നിങ്ങളൊക്കെ ഈ പ്രഭാഷകന്മാരടക്കം ഞാൻ അവരെ വ്യക്തിപരമായി പേര് പറയുന്നില്ല. ഇപ്പോൾ പറയുന്നില്ല. പറയേണ്ടി വന്നാൽ പറയാം. ഇപ്പൊ പറയുന്നില്ല. കഴിഞ്ഞ കൊല്ലം വരെ നബിദിന യോഗത്തിൽ നിങ്ങൾ പ്രസംഗിച്ചതാണ്. ഈ കഴിഞ്ഞ കൊല്ലം വരെ തിരുവനന്തപുരത്ത് പാളയം നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ പാളയത്ത് പ്രസംഗിച്ചിട്ട് ഇവിടെ പ്രസംഗിക്കാതിരിക്കാൻ എന്തെങ്കിലും വല്ല കാരണം ഉണ്ടാവാം. പാളയൊക്കെ അല്ലേ, പിന്നെ അതിനനുസരിച്ചൊക്കെ വല്ലതും ഉണ്ടാവാം. ഇവിടെ പിന്നെ സാധുക്കളായ മനുഷ്യന്മാരെ നാടല്ലേ. ഇവിടെ അതിനനുസരിച്ച് കവറ് കമ്മിയാകുമായിരിക്കും. എന്തുവാണാവോ? എന്തായാലും നടന്നു കഴിഞ്ഞോടെ അത് നിഷേധിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്നും കുറ്റം പറയുമ്പോൾ ലക്ഷ്യമില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ എന്തിനാ പ്രേരിപ്പിക്കുന്നത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. ഇവിടെ സ്വഹാബത്തിന്റെ മാർഗം, സുദ്ദീഖീങ്ങളുടെ മാർഗം, മുത്തഖീങ്ങളായ സാലിഹീങ്ങളുടെ മാർഗം. അവിടെ നിന്ന് പ്ലേറ്റ് കയറി ഇവിടെ വന്ന് പ്രസംഗിക്കുന്നവർ അവിടെ എത്ര പ്രസമാത്തിന്റെ ആളുകളാണ്, എത്ര ആളുകളാ അവിടെ മന്ത്രിച്ച് എഴുതാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകൾ. എല്ലാ ബറക്കത്തെടുക്കുന്ന പരിപാടിയുമുള്ള നാടാണ് UAE. സൗദിയിൽ കയ്യും കണക്കില്ല, അവിടെയും കയ്യും കണക്കില്ല.
കിങ് ഖാലിദ് എയർപോർട്ടിൽ, റിയാദിൽ കിങ് ഖാലിദ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഒരു 10-12 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ട് എക്സിറ്റ് 13-ലോ 12-ലോ കയറിയിട്ട് നേരെ ഇങ്ങോട്ട് കയറിയ വലിയ ഒരു കെട്ടിടം. ആ കെട്ടിടം ഒരു ഷെയ്ഖിന്റെ മന്ത്രി ചൂടുന്ന പോയാ. അവിടെ കുന്നംകുളത്തുകാരൻ വിജയൻ എന്ന ഒരാൾ കന്നാസ് വിളിക്കണം. ഇവൻ കന്നാസ് വിളിച്ചിട്ട് മലയാളി മനസ്സിലായില്ല. നിങ്ങളിന്റെ കൂടെ ഉണ്ടാ? എന്നാ ഞാൻ ഒന്നും പറയാം. റിയാദ് നിങ്ങൾ ചോണക്കുട്ടികളുണ്ടെങ്കിൽ ശരി, റിയാദിൽ കിങ് ഖാലിദ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ വരിക. റിയാദിലേക്ക് വരുമ്പോൾ, ബത്തയിലേക്ക് വരുമ്പോൾ കിങ് ഖാലിദ് എയർപോർട്ടിൽ നേരെ വന്നിട്ട് എക്സിറ്റ് 13 റൗദയിലേക്കോ അല്ലെങ്കിൽ മലാസിലേക്കോ ഇങ്ങനെ തിരിഞ്ഞ് കയറി ഇങ്ങനെ വന്നിട്ട് എക്സിറ്റ് 9-ലാവുമ്പോ പുറത്താവുക. എക്സിറ്റ് 9 നേരെ പുറത്തായാൽ വലിയ ഒരു കടൽ, ഒരു വലിയ കെട്ടിടം കാണാം. ആ കെട്ടിടത്തിന്റെ ആകൃതി പോലും ഇപ്പോഴും എന്റെ കണ്ണിലുണ്ട്. വലിയ ഒരു കെട്ടിടം, ഒരു ടെന്റ് മോഡലുള്ള വലിയ ഒരു വാർപ്പിന്റെ കെട്ടിടമുണ്ട്. അത് കാലില്ലാത്ത ഒരു ഷെയ്ഖ് മന്ത്രി ചൂടുന്ന സ്ഥലമാണ്. അവിടെ 3 ദിവസം ആണുങ്ങൾക്കും മന്ത്രി ചൂടൽ, 3 ദിവസം പെണ്ണുങ്ങൾക്ക് മന്ത്രി ചൂടൽ, 1 ദിവസം അയാൾക്ക് ചുട്ടിയാണ് ഒഴിവാണ്. നിങ്ങളിന്റെ കൂടെ ഉണ്ടാ? നിങ്ങളാരും പെട്ടുപോകില്ല. ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ഏറ്റെടുക്കും. ഇയാൾക്ക് കാലില്ലാത്തൊരു ഷെയ്ഖ്, നല്ല മനുഷ്യനാണ്. എവിടെ? സൗദിയിൽ. ഇതിന്റെ നേരെ മുൻഭാഗത്ത് കുന്നംകുളത്തുകാരൻ വിജയൻ എന്നൊരാൾക്ക് കന്നാസ് കച്ചവടം. ഇവൻ കന്നാസ് വിറ്റിട്ട് ഏക്കർ കണക്കിന് റബ്ബർ വാങ്ങും. കാരണം ആ അളവിലാണ് അവിടെ നിന്ന് കന്നാസ് വിറ്റ് പോണത്. എന്തിനാ കന്നാസ്? മനസ്സിലായില്ലേ? പ്ലാസ്റ്റിക്കിന്റെ എന്താ പറയാ, ജാലൂണിന്റെ കണ്ടില്ലേ? പ്ലാസ്റ്റിക്കിന്റെ ഈ ജാലൂൺ മനസ്സിലായില്ലേ? ഇത് വിറ്റിട്ട് വിജയൻ മുതലാളി. കാരണം അത്ര അളവിലാണ് അവിടെ മന്ത്രി ചൂടുന്ന വെള്ളത്തിൽ മന്ത്രി. എവിടെ? സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ കിങ് ഖാലിദ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എക്സിറ്റ് 9-ൽ വന്ന് കയറിയിട്ട് നേരെ നോക്കുന്ന ഷെയ്ഖിന്റെ ടെന്റ് കണ്ടിട്ടില്ലെങ്കിൽ റഹ്മത്തുൽ ഉത്തരവാദിയാണ്. ആരോടാ? യാസിനോടുള്ള സ്ഥലം, അടിച്ചിട്ട് ശൈത്താൻ അളക്കുന്ന സ്ഥലം. ഒരു ഷെയ്ഖ് ശൈത്താൻ അളക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ ഒരിക്കൽ റിയാദിൽ പോയപ്പോൾ ഷെയ്ഖ് ശൈത്താൻ അളക്കുന്ന ഷെയ്ഖുണ്ട് എന്ന് കേട്ടപ്പോൾ തെൻസമാത്ത് ശൈത്താൻ അളക്കണം പറയൂലേ? ശൈത്താൻ അളക്കുന്നത് കണ്ടപ്പോ ഇതൊന്ന് കാണണമെന്ന് തോന്നുന്നു. മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് ഇയാളെ ഇളക്കല് മുഴുവൻ. അങ്ങനെ ഞാനൊരു വലിയ കെട്ടിടം, അതിന്റെ അപ്സ്റ്റെയറിലാണ് കുറെ രോഗികൾ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ വന്ന്, കാഴ്ചക്കാർ വേറെയുണ്ട്, കുറെ ആളുകളുണ്ട്, ഞാനും അവിടെ അങ്ങനെ ഇല്ല. അങ്ങനെ ആജാനുബാഹുവായ ഒരു ഷെയ്ഖ് ചൂരലും കൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് ബാക്ക് ഭാഗിൽ ഒരു ഡോറ് പൊട്ടിച്ചിങ്ങോട്ട് പുറത്തു വന്നു അയാൾ. അതായത് ഭയപ്പെടുത്തുന്ന ഒരു പ്രത്യേക തഹ്വീഫിന്റെ രൂപത്തിൽ അവന്റെ ബാക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഷെയ്ഖ് വരിക, വലിയ ചൂരൽ. എന്ന് പറഞ്ഞു വന്ന ഉടനെ തന്നെ യാസീനോടുക ആദ്യ താള് മുതൽ തുടങ്ങി ഇയാൾ വേദ്യം ചെയ്യാൻ. യാസീനോടും കൊട്ടുക്കും പുറത്ത് ചൂരലാടി. എന്റെ ഈ കണ്ണോട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ശൈഖന്മാർ, ഒരുപാട് രോഗികളെ, ശൈത്താനിയത്ത് ബാധിച്ച രോഗികളെ അടിച്ചിട്ട് ശൈത്താൻ ഇളക്കുന്ന ഒരുപാട് സ്ഥലം റിയാദിലുണ്ട്. സൗദി ഔഖാഫിന്റെ ലൈസൻസ് ഉള്ള കേന്ദ്രങ്ങൾ. അവിടെയൊക്കെ പറഞ്ഞിട്ട് പോരെ ഈ നാട്ടിൽ. എന്താ നിങ്ങളുടെ നിലപാട്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ ഇരട്ടത്താപ്പ്, വഹാബികളെ ഇരട്ടത്താപ്പ് നിങ്ങൾ അവസാനിപ്പിക്കണം. ലോകം പുരോഗമിച്ചിട്ടുണ്ട്, മനുഷ്യൻ മാറിയിട്ടുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തും എന്ത് നടക്കുന്നു എന്ന് സദാസമയവും ഇപ്പോൾ അറിയാനുള്ള പരിപാടി ലോകത്തുണ്ട്. ഇനി നിങ്ങളെ വരട്ട് തത്വവാദം നടക്കില്ല. അതുകൊണ്ട് വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, മുത്തഖീങ്ങളുടെ വഴിയിലേക്ക് പോവാ. ചിന്തിക്കുക. മരിച്ചവർക്ക് വേണ്ടി ദാനം ചെയ്യുക, മരിച്ചവർക്ക് വേണ്ടി ദാനം ചെയ്യുക എന്ന വിഷയത്തിൽ ആരെക്കാളും മുമ്പന്തിയിൽ അസ്ഹാബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അവരായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വഫാത്തായി
ഹബീബിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പുണ്യ നബിയെ, എന്റെ ഉമ്മ വഫാത്തായി പോയല്ലോ നബിയെ, ഉമ്മാക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ അത് ഉമ്മാക്ക് എത്തുമോ, അത് കബൂലാകുമോ എന്ന് ചോദിച്ചു സഅദ് ഇബ്നു ഉബാദ. ഞാൻ ഉമ്മാക്ക് എത്തും. എന്താ വേണ്ടതെന്ന് ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒരു കിണർ കുഴിച്ചു. ആ നാട്ടുകാർ വെള്ളം മുക്കിക്കൊണ്ടുപോകും. മദീനയിൽ വെള്ളക്ഷാമുള്ളതാണ്. ആളുകൾ വെള്ളം മുക്കിക്കൊണ്ടുപോകും. വെള്ളം മുക്കുമ്പോൾ ഖാലു, അവര് പറയും, ആദാലി ഉമ്മി സയദിൻ, നമ്മൾ ഈ വെള്ളം കൊണ്ടുപോകുന്ന കൂലി ഉമ്മു സയദിന, സയദിന്റെ ഉമ്മാക്ക. എന്നാ സയദിന്റെ ഉമ്മ കുഴിച്ച കുഴിയ കിണറാണോ ഇത്? അല്ല. കുഴിച്ചതാരാ? സയദ്. എന്നെ കുഴിച്ചു ഉമ്മ മരിച്ചിട്ട്. ഉമ്മ മരിച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക. മരിച്ചവർക്ക് വേണ്ടി 70,000 ഒരാൾ ദിക്ർ ചൊല്ലിയാൽ അത് അയാൾക്ക് ഉപകരിക്കുമെന്ന് ആര് പറഞ്ഞു? ഇബ്നു തൈമിയ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഫത്താവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70,000 ദിക്ർ ചൊല്ലുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതെന്നു സ്വഹാബികളിൽ അതന്നെ. എപ്പോഴും സ്വഹാബികൾക്ക് അങ്ങനെ. സ്വഹാബികൾ ഏതൊരു ഖൈറിനെയും ഏതൊരു ബിർറിനെയും ഏതൊരു ഗുണമാകുന്ന കാര്യം ലൈസ ഫിൽ ആയത്തി വലാ ഫിൽ ഹദീസ് അന്നൽ മയ്യിത ലാ യൻഫഉ ബിദുആഇൽ ഖൽഖി ലഹു വബിമാ യുഅമലു അൻഹു മിനൽ ബിർരി. ഏത് ഗുണം ചെയ്താലും മരിച്ചവർക്ക് വബിമാ യുഅമലു അൻഹു മിനൽ ബിർരി, ഏത് ജാതി ഭക്ഷണം വെച്ചു കൊടുക്കുകയാണെങ്കിലും വേണ്ടില്ല, പൈസ വിതരണം ചെയ്യുകയാണെങ്കിലും വേണ്ടില്ല, കിണർ വെച്ചു കൊടുക്കുകയാണെങ്കിലും വേണ്ടില്ല, മറ്റേത് ചെയ്യുകയാണെങ്കിലും വേണ്ടില്ല, മരിച്ചവർക്ക് ഇനി ഖുർആൻ ഓടിയാലും വേണ്ടില്ല. വബിമാ യുഅമലു അൻഹു മിനൽ ബിർരി. ആരാ എങ്ങനെ? നിങ്ങൾ നേതാവ് എന്ന് പറയുന്ന ഇബ്നു തൈമിയയുടെ ഫത്താവ 24-ാമത്തെ വാള്യം എടുത്തു നോക്ക്. ഏതും ഈ വിഷയത്തിൽ മുസ്ലിമീങ്ങളായ ഇമാമിങ്ങൾക്ക് തർക്കമേ ഇല്ല. ബൽ അയിമ്മത്തുൽ മുസ്ലിമീന മുത്തഫിഖൂന അലാ ഇൻതിഫാഇൽ മയ്യിതി. ഇത്തരം ഏത് ഖുർആൻ ഓതിയാലും ദിക്ർ ചെയ്യാലും തഹ്ലീൽ ചെയ്യാലും മറ്റേത് ചെയ്താലും എന്ത് പ്രവർത്തനം ചെയ്താലും വബിമാ യുഅമലു അൻഹു മിനൽ ബിർരി, ഏത് ഗുണം ഭക്ഷണം വെച്ചു കൊടുത്താലും വേണ്ടില്ല, ഇനി പായസം വെച്ചു കൊടുത്താലും വേണ്ടില്ല, മധുരമുള്ള പായസം മധുരമില്ലാത്ത പായസം എന്താണെങ്കിലും വേണ്ടില്ല, അലുവ മുറിച്ചു കൊടുത്താലും വേണ്ടില്ല, എന്താണെങ്കിലും ഒബിമായി ഓർമ്മ ഏത് സദഖ ഏത് പ്രവർത്തനവും എന്തും ഖുർആൻ ഓതിയാലും എന്താണെങ്കിലും ഈ വിഷയത്തിൽ മുസ്ലിമീന മുത്തഫിഖൂന. മുസ്ലിമീങ്ങളായ നേതാക്കന്മാർക്ക് ഇമാമിങ്ങൾക്ക് ഇതിൽ ഏകോപിച്ച അഭിപ്രായമാകുന്നു. ആര് പറഞ്ഞു? വഹാബി എന്ന് പറഞ്ഞത് കേരളത്തിന്റെ കേന്നമുകാര. ആരാ ഇത് പറഞ്ഞത്? നിങ്ങൾ ശൈഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഇബ്നു തൈമിയ തന്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഞാൻ നീട്ടി പറയുന്നില്ല. ചുരുക്കത്തിൽ മോമിനീങ്ങളെ 3 തൊലാഖ് ചെല്ലിയ എത്ര പെണ്ണുങ്ങളെ നിങ്ങൾ അതേ പുതിയാപ്പളക്ക് കെട്ടിച്ചു കൊടുത്തു? എന്താ ഈ വിഷയത്തിൽ സാഹിബത്തിന് മതബെന്താ? എന്താ ഉമർ ഇബ്നു ഖത്താബിന്റെ മതബെന്താ? ഉറക്കപ്പാറ. കേന്നമ്മിനെതിരായതുകൊണ്ട് നിങ്ങൾ ഉമർ ഇബ്നു ഖത്താബിനെയും തള്ളിയോ? 3 തൊലാഖ് ചെല്ലിയ എത്ര പെണ്ണുങ്ങളെ അതേ പുതിയാപ്പളക്ക് പൊറപ്പിച്ചു? ഇവര് എത്ര ആൾക്ക് പൊറപ്പിച്ചു? ഈ വിഷയത്തിൽ എന്താണ് ഉമർ ഇബ്നു ഖത്താബിന്റെ മദ്ഹബ് റളിയല്ലാഹു അൻഹു? മറ്റൊക്കെ അവിടെ നിൽക്കുക. ഷാഫി മദ്ഹബൊക്കെ ഞങ്ങളുടേത് പോകട്ടെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്ർ വ ഉമർ ഖാല റസൂലുള്ളാഹി. നിങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കാര്യം, നിങ്ങളെ കയ്യിൽ നിന്ന് കാര്യം പോയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ നിലക്ക് പോകരുത്. നിങ്ങളൊന്ന് പുനഃപരിശോധിക്കുക. നന്നാകാൻ വേണ്ടി പറയാനേ. അള്ളാഹു നന്നാക്കി തരട്ടെ. അല്ല, ഈ വിഷയത്തിൽ എന്താ 3 തൊലാഖ് ചെല്ലിയ ആളുകളെ പറ്റി 3 തൊലാഖിനെ 3 തൊലാഖായി കണക്കാക്കിയിരുന്നു സയ്യിദുനാ ഉമർ. ദഫഅത്തൻ വാഹിദ. ഒരാൾ തന്റെ ഭാര്യയോ എന്നെ ഞാൻ 3 തൊലാഖും
ചെല്ലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു അങ്ങനെ പറയുന്ന തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു അങ്ങനെ പറയുന്ന തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു അങ്ങനെ പറയുന്ന തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഈദ് 3 തൊലാഖായി പരിഗണിച്ചിരുന്നു. ആര്? ഓർക്കപ്പാറ. നീ എന്തിനാ പേടിക്കണേ? ആര്? സയ്യിദുനാ ഉമർ. നീ എന്തിനാ പേടിക്കണേ? ഞാനല്ലേ പറഞ്ഞത്. ഉത്തരവാദി ഞാനല്ല. നിങ്ങൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണം. നിങ്ങൾ ചിന്തിക്കുക. 3 തൊലാഖ് ഒരാൾ ചെല്ലിന്ന് കേട്ടാൽ ഒറ്റയടിക്ക് ഞാൻ നിന്നെ 3 തൊലാഖ് ചെല്ലിന്ന് ഒരാൾ പറഞ്ഞാൽ അതിനെ 3 തൊലാഖായി കണക്കാക്കിയിരുന്നു. ആര്? സയ്യിദുനാ ഉമർ. ധൈര്യമായി പറ സയ്യിദുനാ ഉമർ. ഫകാന യദ്രിബുഹു. അദ്ദേഹത്തിന് കോടതിയിൽ വന്നാൽ ഓട്ടിക്കുമായിരുന്നു. ഹദ്ദൻ വസജ്റൻ. ഓട്ടിക്കുമായിരുന്നു. തൽഅബു ബിത്തൊലാഖ്. തൊലാഖ് കൊണ്ട് കളിക്കായി. നിന്റെ കയ്യിലുള്ള ഒരു പെണ്ണിനെ നിനക്ക് ഹറാമാക്കി. 3 തൊലാഖ് ഒറ്റയടിക്ക് ചെല്ലാൻ പാടില്ലല്ലോ. ചെല്ലില്ലേ? തൽഅബു ബിത്തൊലാഖ്. അല്ലാഹുവിന്റെ ഖുർആനോട് കളിക്കാണ് എന്ന് പറഞ്ഞ് അടിക്കുമായിരുന്നു. ആര്? സയ്യിദുനാ ഉമർ. നിങ്ങളെ മതം എന്താ? നിങ്ങളെ മതം എന്താ? വഹാബിന്റെ മതം എന്താ? എന്തിനാ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നാശാവും? فأغفر وعران كريم افتخاره وعريض عن شتم الليل تكرما. വനരോധനങ്ങൾക്ക് മറുപടി പറഞ്ഞോളൂ നിങ്ങൾ. പക്ഷെ സുന്നത്തെ മാറ്റി തുടങ്ങ. സുന്നത്തെ മാറ്റ അല്ലാഹുവിന്റെ ദീന. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. اللهم اجعلنا منهم. اللهم اجعلنا منهم. പടച്ചോനെ നിന്റെ ദീനിന്റെ മരണം വരെ ഖിയാമത്ത് നാൾ വരെ കാത്തു സൂക്ഷിച്ച മുത്തഖീങ്ങളെ കണ്ണി വായിക്കുമ്പോൾ ഈ സാധുക്കളായ ഞങ്ങളെയും അതിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ റബ്ബേ.